ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രക്തം പുരണ്ടത് 20-ാം നൂറ്റാണ്ടിനാണ്. 250 ദശലക്ഷം ആളുകൾ യുദ്ധം മൂലവും കൂട്ടക്കുരുതി മൂലവും രാഷ്ട്രീയ കൊലപാതകങ്ങളിലൂടെയും കൊല്ലപ്പെട്ടു. കമ്മ്യൂണിസം എന്ന് വിളിക്കപ്പെടുന്ന തത്വശാസ്ത്രത്തിനാണ് മാരകമായ ഈ പൈശാചികതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത്. പറയപ്പെടുന്ന പോലെ സമത്വവും നീതിയും വാഗ്ദാനം ചെയ്യുന്ന ഈ പ്രത്യയശാസ്ത്രം പക്ഷേ നൽകിയത് രക്തച്ചൊരിച്ചിലും മരണവും ആശങ്കയുമാണ്. ഈ ചലച്ചിത്രത്തിൽ നമുക്ക് രക്തക്കറ പുരണ്ട കമ്മ്യൂണിസത്തിന്റെ നൂറ്റാണ്ട് പരിശോധിക്കാം. അതോടൊപ്പം ഈ തത്വശാസ്ത്രം മനുഷ്യത്വത്തിന് മേൽ വിതച്ച ദുരിതങ്ങൾ നമുക്ക് കാണാം. ഭൂതകാലത്ത് നിന്ന് ഒന്നും പഠിക്കാത്ത പക്ഷം ഭാവിയിൽ സമൂഹത്തിന് സമാനമായ ദുരന്തങ്ങളെ ഒരിക്കലും ഒഴിവാക്കാനാവില്ല. കമ്മ്യൂണിസത്തിന്റെ രക്തം പുരണ്ട ചരിത്രം. കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ രൂപീകരണം 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലായിരുന്നു. ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന 2 ജർമ്മൻ തത്വജ്ഞാനികൾ ലോകത്തെ പിടിച്ചുകുലുക്കിയ തത്വശാസ്ത്രം രൂപപ്പെടുത്തി. ആദ്യമായി ഇവർ ഈ തത്വശാസ്ത്രം അവതരിപ്പിച്ചത് ഏതാനും കാലം മുൻപ് പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലാണ്. ഈ 2 തത്വജ്ഞാനികളിൽ ഒരാൾ കാൾ ഹെൻറിക് മാർക്സും മറ്റേയാൾ ഫെഡറിക് എംഗൽസുമാണ്. ഇവർ രണ്ടുപേരും ഭൗതികത എന്ന തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ചു. ഇത് വസ്തുക്കളല്ലാതെ മറ്റൊന്നും നിലനിന്നിരുന്നില്ലെന്ന് അവകാശപ്പെട്ടു. യഥാർത്ഥത്തിൽ ഭൗതികവാദം ഗ്രീക്ക് ചിന്തകനായിരുന്ന ഡെമോക്രിറ്റസ് മുന്നിട്ടുവച്ച ഒരു പ്രമാണമാണ്. എന്തായാലും ഫ്രഞ്ച് വിപ്ലവകാലത്ത് ധാരാളം യൂറോപ്യൻ ചിന്തകന്മാർ ഭൗതികവാദത്തെ അലമാരകളിൽ നിന്നെടുത്ത് പൊടിതട്ടി വീണ്ടും പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അവരുടെ ലക്ഷ്യമാവട്ടെ മതവിശ്വാസങ്ങളിൽ നിന്ന് അകലം പാലിക്കുക എന്നതും. മതത്തിനെതിരെ അവർക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന ഏക തത്വശാസ്ത്രം ഭൗതികവാദം മാത്രമാണ്. ഭൗതികവാദത്തെ ഒരർത്ഥത്തിൽ പിന്തുണയ്ക്കുമ്പോൾ മാർക്സും എംഗൽസും വൈരുദ്ധ്യാധിഷ്ഠിതം എന്ന ഒരു രീതിയിലേക്ക് മാറി. ഇത് സംഘർഷമാണ് പ്രകൃതിയിലെ അടിസ്ഥാന നിയമമെന്ന് അവകാശപ്പെട്ടു. ഇക്കാരണത്താൽ
അവരുടെ സിദ്ധാന്തങ്ങൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നറിയപ്പെട്ടു. പ്രപഞ്ചത്തിലെ എല്ലാ വികാസങ്ങളും സംഘർഷങ്ങളുടെ പരിണതഫലമാണെന്ന പരികൽപ്പനയാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം മുറുകെ പിടിക്കുന്നത്. ഈ രണ്ട് തത്വജ്ഞാനികളും ലോകത്തിന്റെ ചരിത്രം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത്. മാർക്സ് ചരിത്രത്തിലും ധനതത്വശാസ്ത്രത്തിലും ഈ പ്രമാണത്തിന് അനുഗുണമാവുന്ന തരത്തിൽ പുസ്തകങ്ങൾ എഴുതി. എംഗൽസ് ആവട്ടെ ഇതേ രീതിയിൽ ശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും പ്രവർത്തിച്ചു. ഇതിനേക്കാളേറെ മാർക്സ് ഭാവിയെക്കുറിച്ച് കാണാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ യൂറോപ്പിലെ വ്യാവസായിക രാഷ്ട്രങ്ങളിൽ സംഘർഷമെന്ന വൈരുദ്ധ്യാധിഷ്ഠിത തത്വമനുസരിച്ചുള്ള രക്തരൂഷിതമായ വിപ്ലവങ്ങൾ അരങ്ങേറും. മുതലാളിത്തം മൂലം അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വർഗം ഉയർന്നുവരികയും അധികാരം പിടിച്ചെടുക്കുകയും അതിനുശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ രൂപീകൃതമാവുകയും ചെയ്യും. മതം, മൂല്യങ്ങൾ, കുടുംബം എന്നിവയ്ക്ക് കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ സ്ഥാനമേതുമില്ല. ഏതായാലും മാർക്സും എംഗൽസും പ്രധാനമായ പ്രതിബന്ധത്തെ അഭിമുഖീകരിച്ചു. അവർ മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമെന്ന ഭൂതക്കണ്ണാടിയിലൂടെ മാത്രം കണ്ടു. ഈ പ്രക്രിയയിൽ അവർക്ക് ചരിത്രത്തെ വക്രീകരിക്കേണ്ടിയും വന്നു. പക്ഷേ സ്വാഭാവിക ചരിത്രമോ? എങ്ങനെയാണ് ജീവജാലങ്ങൾ ഭൂമിയിലുണ്ടായത്? ആ സുപ്രധാനമായ ചോദ്യത്തിന് ലളിതവും ഭൗതികവാദപരവുമായ ഉത്തരം ഉണ്ടായേ പറ്റൂ. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സഹചാരിയാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത്. കണ്ടെത്തലിന്റേതായ ഒരു യാത്രാമധ്യേ റോയൽ നേവിയുടെ കപ്പലായ ബീഗിൾ അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടക്കുമ്പോൾ അതിൽ സഞ്ചാരിയായ ഒരു യുവ ഗവേഷകനുണ്ടായിരുന്നു, ചാൾസ് റോബർട്ട് ഡാർവിൻ. കപ്പലിലെ നീണ്ട യാത്രയ്ക്ക് ശേഷം അദ്ദേഹം 1836 ലണ്ടനിൽ തിരിച്ചെത്തി. ശേഷമുള്ള ജീവിതം ജീവിവർഗം എങ്ങനെയുണ്ടായി എന്നത് കണ്ടെത്തുന്നത് സംബന്ധമായ ഒരു സിദ്ധാന്തം രൂപീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. ഡാർവിൻ തന്റെ സിദ്ധാന്തം 1859 പ്രസിദ്ധീകരിച്ച ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചു. ഇതിൽ ജീവിവർഗങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ച് ഭൗതികവാദ തത്വശാസ്ത്രം അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം വിഷയം ആവർത്തിച്ചു. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏതാനും ആകസ്മികതകളുടെ തുടർച്ച എന്ന നിലയിൽ എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് കൂടുതലായി വൈരുദ്ധ്യാധിഷ്ഠിതമായി നിരവധി സംഘർഷങ്ങളുടെ ഫലമായിട്ടാണ് ഈ ആകസ്മികതകളെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഡാർവിൻ പ്രകൃതിയെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തോട് കൂട്ടിവായിച്ചു. ഡാർവിന്റെ കണ്ടെത്തലിന് യാതൊരു ശാസ്ത്രീയ കണ്ടെത്തലിന്റെയും അടിസ്ഥാനമുണ്ടായിരുന്നില്ല. ആയതുകൊണ്ടാണ് പ്രസിദ്ധരായ പല ശാസ്ത്രജ്ഞരും അദ്ദേഹത്തിന്റെ വാദഗതി ഗൗരവമായി കരുതാതിരുന്നത്, രണ്ടുപേരൊഴികെ, കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ട വെറും ഒരു മാസത്തിനു ശേഷം 1859 ഡിസംബർ 12 എംഗൽസ് മാർക്സിന് എഴുതിയൊരു കത്തിൽ അദ്ദേഹം ഇങ്ങനെ തുടങ്ങി: ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഡാർവിന്റെ പുസ്തകം അതിശയകരമാണ്.